+2ന്റെ മോഡൽ എക്സാമിനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. കാരണം ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് ആ സ്റ്റഡി പ്ലാനിൽ പറയുന്ന ഓരോ സബ്ജക്ട്സും ഒരു ദിവസം ഇനി എത്ര പാഠങ്ങൾ വീതം പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പ്ലാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് കാണാത്തവർ തീർച്ചയായിട്ടും അതെടുത്ത് കാണുക കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങളത് എടുത്ത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഞാൻ 2 സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ടാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ സബ്ജക്ട് കോമ്പിനേഷൻ വന്നിരുന്നത് മാത്സും ബയോളജിയുമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ ഒരു സ്റ്റഡി പ്ലാനൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ടെൻഷനുള്ളത് ഓൾറെഡി ക്ലാസ് ഒക്കെ കാണാനുണ്ട്. ഇപ്പോഴും 2 മണിക്കൂറിലധികമുള്ള ക്ലാസ് ഒക്കെ കാണാനുണ്ട് നിങ്ങൾക്ക് പലർക്കും. അതുപോലെ തന്നെ വേറെ കുറേ സ്കൂളിൽ പോകണം, പഠിക്കാനായിട്ട് സമയം കിട്ടത്തില്ല. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ 50 കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എല്ലാ സബ്ജക്ട്സിനും കൂടെ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇത്രയും ടോട്ടൽ ചാപ്റ്റേഴ്സ് ഇങ്ങനെ ആദ്യമേ കണക്ക് കൂട്ടി വെക്കണ്ട. മീൻസ് നിങ്ങൾ ഒരു പരീക്ഷയാണ് ഒരു സമയത്ത് എഴുതുന്നത്. എല്ലാ സബ്ജക്റ്റിൻ്റെയും പരീക്ഷ ഒരു ദിവസമല്ല നിങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഈ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് മുഴുവൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ കയറത്തേ ഉള്ളൂ. സോ ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ വിട്. നിങ്ങൾ ഇനി ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു വെച്ച് പഠിക്കണം. ഞാൻ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണെങ്കിൽ 2 ദിവസം 2 സബ്ജക്ട്സ്, 2 ദിവസമാണ് 2 സബ്ജക്ട്സ് പഠിക്കാനായിട്ട്. അതിങ്ങനെ റൗണ്ട് ചെയ്ത് 2 റൗണ്ട് റിവിഷൻ പോകുന്നുണ്ട് എൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ അകത്ത്. അപ്പം അവിടെ നിങ്ങൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇപ്പം മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ഫിസിക്സിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇരുന്നേക്കരുത്. മാത്സ് പഠിക്കുമ്പോൾ മാത്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ബയോളജി പഠിക്കുമ്പോൾ ബയോളജി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബയോളജി പഠിക്കുമ്പോൾ അയ്യോ ഞാൻ ഫിസിക്സ് പഠിച്ചു തീർന്നില്ല, കെമിസ്ട്രി പഠിച്ചു തീർന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബയോളജി പഠിക്കരുത് നടക്കത്തില്ല. അത് കഴിഞ്ഞ് ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് വിചാരിക്കും, അയ്യോ ഞാൻ ആ സമയത്ത് ഫിസിക്സ് ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ബയോളജി പഠിച്ചില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ടെൻഷനും ആകത്തേ ഉള്ളൂ. സോ നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിൻ്റെ അകത്ത് എത്രയൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റും, എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കവർ ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം പഠിക്കാനായിട്ട് തുടങ്ങാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എപ്പോൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ഏത് സമയം, രാവിലെ എഴുന്നേറ്റിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ഏത് സമയത്ത് നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കുക. ഇനിയിപ്പം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല, നല്ല ടെൻഷനാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് മനസ്സ് ശാന്തമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് തുടങ്ങുക. നിങ്ങൾ ആ ഒരു അയ്യോ പഠിച്ചു തീർന്നില്ല എന്ന ടെൻഷനിൽ നേരെ വന്നിരുന്ന് ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കിയോ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഒന്ന് കൂളായിട്ട് ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് മീൻസ് ഞാൻ പഠിക്കുന്നതൊക്കെ മറന്നു പോവാതെ എൻ്റെ മനസ്സിലുണ്ടാകണേ എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാവണം. കാരണം ആ ഒരു പ്രശ്നമാണ് എല്ലാ കുട്ടികൾക്കും. പഠിക്കാനൊക്കെ പറ്റും, പക്ഷേ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേനും മറന്നു പോകും. ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവല്ലേ, എനിക്ക് മീൻസ് പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിച്ച് തരണേ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓർമ്മ വരണേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് എങ്ങനെ കവർ ചെയ്യാമെന്ന് നോക്കാം. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാത്സും ബയോളജി ആയിരുന്നു ഞാൻ 2 സബ്ജക്റ്റ് സെലക്ട് ചെയ്തിരുന്നു ഒരുമിച്ച് പഠിക്കാനായിട്ട്. അതിൻ്റെ അകത്ത് തന്നെ മാത്സും ബയോളജിയും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ മാത്സിലും ബയോളജിയിലും കൂടെ ടോട്ടൽ 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 29 ചാപ്റ്റേഴ്സിനെയും കൂടെ ഒരുമിച്ച് നിങ്ങൾ കണക്ക് കൂട്ടണ്ട, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം അല്ലേ. അപ്പം മാത്സിൽ നിങ്ങൾക്ക് ടോട്ടൽ 13 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. മാത്സിൽ 13 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ബയോളജിയിൽ നിങ്ങൾക്ക് 8 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 16 ചാപ്റ്റേഴ്സ് ആയിട്ടും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ബോട്ടണി, സുവോളജി 2 എണ്ണമായിട്ട് തന്നെ തിരിച്ചോ. കാരണം എക്സാം എഴുതുന്നതും നിങ്ങൾ തിരിച്ച് തന്നെയാണ്, അല്ലാതെ ബോട്ടണി സുവോളജി ഒരുമിച്ചല്ല നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടണിക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ സുവോളജിക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഓരോ സബ്ജക്റ്റിനും നമ്മുടെ മാത്സും ബയോളജിയിൽ 13, 8, 8. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക,
ഏറ്റവും എളുപ്പമുള്ള പാഠങ്ങളില്ലേ അത് ആദ്യം നിങ്ങൾ പഠിക്കണ്ട. ഇപ്പോൾ മാർച്ച് 1-ാം തീയതി തൊട്ടെന്ന് പറയുമ്പോൾ 14-ാം തീയതി വരെ സമയമുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള പാഠം പഠിച്ചു വെക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏറ്റവും ആദ്യം ഒരു പാഠം മാത്രം എളുപ്പമുള്ളത് പഠിക്കുക. കാരണം ഒരു പഠിക്കാനായിട്ടൊരു ഉഷാർ വരണ്ടേ, അതിനു വേണ്ടി എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യം ഏറ്റവും എളുപ്പമുള്ള ഒരു പാഠം പഠിക്കുക. അത് അധികം സമയം എടുത്തേക്കരുത്, പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്ത് പൊക്കണം. ഇപ്പോൾ മാത്സ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു, ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ 3-ഉം ചാപ്റ്റർ 4-ഉം മെട്രീസസും ഡിറ്റർമിനൻസും. മെട്രീസസും ഡിറ്റർമിനൻസും 2 ചാപ്റ്റേഴ്സാണ്. അതിൻ്റെ അകത്ത് ഇത് മീൻസ് ഒറ്റ ചാപ്റ്റർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന പാഠങ്ങളാണ് മെട്രീസസും ഡിറ്റർമിനൻസും. അപ്പം ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ മാത്സിൽ ഇനി പിന്നെ 11 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് സിമ്പിൾ ചാപ്റ്ററാണ്. ഏറ്റവും ലാസ്റ്റത്തെ പ്രൊബബിലിറ്റി വരുന്ന സെക്ഷൻ ഇച്ചിരി എളുപ്പമുള്ള പാടാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് അങ്ങനത്തെ ഉള്ളത് എളുപ്പമുള്ളതാണ്. അപ്പം അങ്ങനത്തെ എളുപ്പമുള്ളതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. അപ്പം ഏറ്റവും ഫസ്റ്റ് ഇത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കയറേണ്ടത് ഇൻ്റഗ്രേഷനിലേക്കാണ്. ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റഗ്രേഷൻ ഭൂരിഭാഗം കുട്ടികൾക്കും ഒരു ചെറിയ വിഷമമുള്ള ചാപ്റ്റർ ആയിരിക്കും. പക്ഷെ ചെയ്ത് അതിൻ്റെ ആ ഒരു കിടപ്പ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എളുപ്പമുള്ള പാടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രേഷനിൽ ഏറ്റവും ആദ്യം അതിൻ്റെ ഫോർമുലാസ്, +2-ൻ്റെ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് മാക്സിമം പഠിക്കുക. അതിൻ്റെ അകത്ത് തിയറി സെക്ഷൻസ് പ്രൂഫ് കാര്യങ്ങളൊന്നും അധികമായിട്ട് വരത്തില്ല. പിന്നെ ഈ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ പാഠത്തിൽ മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം, അങ്ങനെ കുറച്ച് തിയറംസ് ഉണ്ട്, ഫോക്കസ് ഏരിയയിലുള്ളതുമാണ്. സോ അത് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേഷനാണ് ഏറ്റവും എളുപ്പമുള്ള പാഠം. ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മെട്രീസസും ഡിറ്റർമിനൻസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ് അതാണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇൻ്റഗ്രേഷനിലേക്ക് കയറുക. ഇൻ്റഗ്രേഷൻ കയറുമ്പോൾ അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ 2 പാഠം ഒരുമിച്ച് പഠിച്ചോണം. അത് മുഴുവൻ പഠിക്കാനല്ല ഞാൻ പറയുന്നത്, പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷുവറായിട്ട് ടീച്ചേഴ്സ് ചോദിക്കുമെന്ന് പറഞ്ഞ ചോദ്യങ്ങൾ അതൊന്നും വിട്ട് കളഞ്ഞേക്കരുത്. പിന്നെ ഓരോ പാഠത്തിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ വിട്ട് കളഞ്ഞേക്കരുത്. ഫോക്കസ് ഏരിയ സെക്ഷൻ കവർ ചെയ്യണം. അല്ലാത്ത സെക്ഷൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം മാത്സ് തന്നെ ഒരു സമയം പഠിക്കാനല്ല ഞാൻ പറയുന്നത്. ഇപ്പം മെട്രീസസ് ഡിറ്റർമിനൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂഡുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാത്സ് തന്നെ മുന്നോട്ട് പോകാം. മീൻസ് പഠിച്ച് ഒരു ക്ഷീണം മാത്സ് പഠിച്ച് ക്ഷീണം വന്നിട്ടില്ലെങ്കിൽ ഇൻ്റഗ്രേഷനിലേക്ക് കയറുക. ഇൻ്റഗ്രേഷൻ മുഴുവൻ തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ബയോളജി എടുത്ത് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ബയോളജി എടുത്ത് പഠിക്കണം. അപ്പം നിങ്ങൾ ആദ്യത്തെ 2 ദിവസമാണ്, മാർച്ച് 1-ഉം 2-ഉമാണ് ഞാൻ മാത്സിനും ബയോളജിയും കൂടെ പറഞ്ഞത്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ പാഠവും ഒന്ന് ഓടിച്ചു വിട്ട് നിങ്ങൾ കവർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എല്ലാം ഒരുപോലെ പഠിക്കണം എന്നല്ല ഞാൻ പിന്നെയും പറയാണ്. ഇപ്പോൾ 13 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 13 ചാപ്റ്റേഴ്സിനും എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ഈ 2 ദിവസത്തിനുള്ളിൽ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുലാസ്, അതിൻ്റെ ഇക്വേഷൻസ്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതി, അതൊക്കെ ഒന്ന് കാണാപ്പാഠം പഠിക്കാതെ ഒന്ന് മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ബയോളജി, ബോട്ടണി 8 ചാപ്റ്റേഴ്സ് ഉണ്ട്, സുവോളജി 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ബോട്ടണിയുടെയും സുവോളജിയുടെയും ആദ്യത്തെ ഒരു ചാപ്റ്റർ നല്ല എളുപ്പമായിരിക്കും. അപ്പം 8 ചാപ്റ്റേഴ്സിൽ നമുക്ക് എത്രയായി, 7 അല്ലേ, 7 ചാപ്റ്റേഴ്സായി. ഇവിടെയും 7 ചാപ്റ്റേഴ്സായി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ബോട്ടണി സുവോളജി ഓർക്കുക. ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മീൻസ് നിങ്ങൾക്കറിയാം ഈ ബോട്ടണി സുവോളജി, ബോട്ടണിക്ക് ആകെ 30 മാർക്കിനെ പരീക്ഷയുള്ളൂ, സുവോളജിക്കും ആകെ 30 മാർക്കിനെ പരീക്ഷയുള്ളൂ. 8 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഈ 30 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരന്തരമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞ ഓരോ പാഠത്തിലെയും സെക്ഷൻസ്, അങ്ങനെ നിങ്ങൾ പഠിക്കണം. എല്ലാ പാഠവും ഒരുപോലെ ടെക്സ്റ്റ് മുഴുവൻ അരിച്ചു പെറുക്കി എനിക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ, എന്നാൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ 2 ദിവസം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണം. മാത്സും ബയോളജിയാണ് കയ്യിലുള്ളത്, പഠിക്കാനുണ്ട്. മാത്സ് പിന്നെയും നിങ്ങൾക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾ ഇത്രയും ഓരോ പാഠത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സെക്ഷൻസ് നിങ്ങൾ പഠിച്ച് തീർക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ മിനിമം മാത്സിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ 2 ദിവസം നിങ്ങൾ ഒരു ദിവസം മാത്സിൽ ഒരു 8 ചാപ്റ്റേഴ്സ് മിനിമം പഠിച്ചു തീർക്കണം. 8 ചാപ്റ്റേഴ്സ് മിനിമം പഠിച്ചു തീർക്കണം. പിന്നെ ബയോളജിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബയോളജിയിൽ നിന്ന് ബോട്ടണിയിൽ നിന്ന് വേണം നിങ്ങളൊരു കാര്യം ചെയ്യുക,
5 ചാപ്റ്റേഴ്സ് എങ്കിലും മിനിമം പഠിച്ചു തീർക്കണം. ഇവിടെ സുവോളജിന്ന് 5 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സ്, ഇത്രയും നിങ്ങൾ ഈ ആദ്യത്തെ 2 ദിവസം ഒന്ന് കവർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അപ്പം മുഴുവൻ ചാപ്റ്റേഴ്സ് പറ്റുമെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാം പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോ പാഠം പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പം മാത്സും ബയോളജിയും ആദ്യത്തെ സെറ്റിൽ നമുക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റിയെങ്കിൽ അടുത്ത സെറ്റ് റിവിഷൻ വരുമ്പോൾ നമ്മളൊരു സ്റ്റഡി പ്ലാനിൽ പറഞ്ഞ പോലെ അടുത്ത സെറ്റ് 2 ദിവസം വരുമ്പോൾ നമുക്ക് ഈ മാത്സും ബയോളജി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യണം. എന്തൊക്കെ ഞാൻ അതിൻ്റെ അത് പഠിച്ചു. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ വേറെ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഇടയ്ക്കൊന്നും എടുത്ത് നോക്കാം, വേണമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്ന സബ്ജക്ട്സ് പഠിക്കുക. പിന്നെ അടുത്ത സെറ്റ് റിവിഷൻ വരുമ്പോൾ ഈ പഠിച്ച പാഠങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തു നോക്കുക. പ്രോബ്ലം കാണുമ്പോൾ എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അനലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഇനിയുള്ള ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ മാത്സ് ബയോളജി എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ പരീക്ഷയുടെ ചോദ്യങ്ങളെ നിങ്ങൾ നന്നായിട്ട് പരിചയപ്പെടും. അതിനാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാൻ പറഞ്ഞത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾ ഒരു പാഠം മാത്രമല്ല ഒരു സമയം പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പാഠത്തിൽ നിന്നുള്ള ചോദ്യം ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആ പാഠത്തിലോട്ട് കയറും, അത് പഠിക്കും. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്റർ ചെയ്ത് അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് കയറും. അപ്പോൾ ആ ചാപ്റ്റർ അത് പഠിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അങ്ങനെ നിങ്ങളൊരു ചെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ രണ്ടാമത്തെ സെറ്റ് റിവിഷൻ ആകുമ്പോഴത്തേനും മിനിമം 13 ചാപ്റ്റേഴ്സിൽ നിന്ന് 12 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ സെറ്റ് ദിവസങ്ങൾ വരുമ്പം എന്ത് ചെയ്യുക, 13 ചാപ്റ്റേഴ്സ് മാത്സിൻ്റെ 13 ചാപ്റ്റേഴ്സിൽ നിന്ന് എളുപ്പമുള്ള പാഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചാലും ഓക്കെ എന്നുള്ളത്. നിങ്ങൾക്ക് ഇച്ചിരി വിഷമമുള്ള പാഠങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ദിവസങ്ങളാണിത് കേട്ടോ. അപ്പം 13 ചാപ്റ്റേഴ്സിൽ നിന്ന് 12 ചാപ്റ്റേഴ്സ് തീർക്കണം രണ്ടാമത്തെ സെറ്റ് റിവിഷൻ വരുമ്പം. അത് കഴിഞ്ഞ് ബയോളജി എന്നാണെങ്കിലോ 8 ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരു 5 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഈ 5 ചാപ്റ്റേഴ്സ് ഓൾറെഡി 5 വേണ്ട, നമുക്കൊരു 8 ചാപ്റ്റേഴ്സിൽ നിന്ന് 6 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ബാക്കി 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. മാത്സും ബയോളജിയും പഠിക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ കൂടി ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. മാത്സിൻ്റെ ഓൾറെഡി നിങ്ങൾ ഫോർമുലാസ് ഒക്കെ എടുത്ത് എല്ലാ പാഠത്തിനെയും ഫോർമുലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ആ ഫോർമുലാസ് ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ട്, എല്ലാ പ്രോബ്ലംസും കൂടെ ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുന്ന ആ ഒരു രീതി മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർമ്മയിൽ ഇരിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ നോട്ട് നോക്കി പഠിച്ച് കഴിഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക. അത് മീൻസ് നോട്ട്ബുക്ക് ഒന്നും നോക്കാതെ തന്നെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എത്ര എണ്ണം ആൻസർ എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊന്ന് അനലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ ആൻസേഴ്സ് നോട്ടിൽ നോക്കി പഠിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും വർക്ക് ചെയ്യും. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം പോരാ അല്ലെ. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യണം. ബ്രെയിൻ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കണം അല്ലെ. മീൻസ് നമ്മുടെ നോട്ടിലുള്ളത് തന്നെ നമ്മൾ നോക്കി പഠിച്ച് അതുപോലെയല്ല. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക. അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എനിക്ക് അറിയാം, ഏതൊക്കെ അറിയത്തില്ല എന്ന് തരം തിരിച്ച് നിങ്ങൾ പഠിക്കണം. അറിയത്തില്ലാത്തതിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ബോട്ടണി സുവോളജി ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഷീറ്റ് പേപ്പർ എടുക്കുക, അതിൻ്റെ അകത്ത് ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. ഇമ്പോർട്ടൻ്റ് അല്ല, ഡെഫിനിഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എഴുതി വെക്കുക. അല്ലെങ്കിൽ മെയിൻ ഹെഡിങ്സ് എഴുതി വെച്ചിട്ട് ആ ഡെഫിനിഷൻസ്, ആ ഹെഡിങ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ഓർമ്മയിൽ വരണം. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ബോട്ടണി സുവോളജി കുറച്ചൊരു സമയം എടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് എന്താ പറയുക, ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് പഠിക്കുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ 2 മണിക്കൂറുള്ള ക്ലാസ് ഒക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് ഒരു കുട്ടി ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലാസ് കണ്ട് നിങ്ങൾക്ക് മീൻസ്
അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, 2 മണിക്കൂർ ക്ലാസ്സിൻ്റെ ടൈമിൽ ക്ലാസ് നിങ്ങൾക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുക. മീൻസ് ടീച്ചർ എടുക്കുന്ന പോർഷൻ നിങ്ങൾ ആ ക്ലാസ്സും കേൾക്കണം, അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. ആ ഒരു രീതിയിൽ ഇപ്പോഴേ പഠിക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ മുന്നോട്ടുള്ളത് മോഡൽ എക്സാമിന് കണക്കാക്കി, സ്കൂളിലെ ക്ലാസ് ആയിക്കോട്ടെ ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, മോഡൽ എക്സാമിന് കണക്കാക്കി വേണം ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കാനും കേൾക്കാനും. മീൻസ് ആ ഒരു 2 മണിക്കൂർ ക്ലാസ് അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഇനി മീൻസ് വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അത് ഇനി ഓരോ സമയം ഓരോ മിനിറ്റും നിങ്ങൾക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് പഠിച്ചു പോവുക കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു പാഠം ഒന്നും പഠിക്കാതെ വിടരുത്. മീൻസ് അറ്റ്ലീസ്റ്റ് ചെറിയൊരു കാര്യമെങ്കിലും എല്ലാ പാഠത്തിൽ നിന്നും പഠിച്ചിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ഏതെങ്കിലും ഉണ്ടെന്ന് അറിയാമെങ്കിൽ ആ സെക്ഷൻസ് വിട്ടിട്ട് ആ പാഠത്തിൽ നിന്ന് ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു പാഠം പോലും മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ഒരു പാഠത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ കവർ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പബ്ലിക് എക്സാം എത്തുമ്പോഴത്തേനും മോഡൽ എക്സാമിന് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പഠിച്ചതിൻ്റെ ലെവൽ എന്തോരം എത്തി, ഇനി എത്ര കൂടെ ഇച്ചിരിയും കൂടെ ഒന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ തോന്നൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇനിയുള്ള 14 ദിവസം നിങ്ങൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ആ 14 ദിവസം അതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മോഡൽ എക്സാം കഴിഞ്ഞുള്ള ദിവസങ്ങൾ പബ്ലിക് എക്സാം എത്താനുള്ള ആ ദിവസങ്ങൾ വരെയുള്ള ദിവസം നിങ്ങൾ നന്നായിട്ട് അതിനേക്കാളും നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ആ ഒരു തോന്നൽ ഉണ്ടാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു 14 ദിവസം നന്നായിട്ട് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം മാത്സും ബയോളജിയും പഠിക്കേണ്ട ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം മാത്സ് പഠിച്ചൊരു ക്ഷീണം വരുമ്പോൾ നിങ്ങൾ ബയോളജി എടുക്കുക. ബയോളജി നിങ്ങൾക്ക് ബോട്ടണിയെ ഇഷ്ടമെങ്കിൽ ബോട്ടണി ആദ്യം പഠിക്കുക, സുവോളജി ഇഷ്ടമെങ്കിൽ സുവോളജി ആദ്യം പഠിക്കുക. അതിൻ്റെ ഓർഡറൊക്കെ ഞാൻ നിങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പം മിനിമം 2 സെറ്റ് റിവിഷൻ കഴിയുമ്പോഴത്തേനും 13 - 12 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പം ബോട്ടണി സുവോളജി എന്നാണെങ്കിൽ 8 ചാപ്റ്റേഴ്സിൽ നിന്ന് 7 വേണ്ട 6 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ, ഞാൻ നേരത്തെ 5 ചാപ്റ്റേഴ്സിനാണ് പറഞ്ഞത്, അത് ഞാൻ 6 ആക്കി. 6 ചാപ്റ്റേഴ്സ് എങ്കിലും മുഴുവനല്ല, അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഒരു ചോദ്യം വന്നാൽ അത് ഏത് പാഠത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവണം. അതറിയണമെങ്കിൽ നമുക്ക് പാഠം നന്നായിട്ട് അറിയണം, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കവർ ചെയ്ത് പോയിട്ടുള്ളത് അതറിയണം. അപ്പോൾ 8 ചാപ്റ്റേഴ്സിന് 6 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിക്കുക. ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡെഫിനേഷൻസ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെഫിനേഷൻസ് കാണാപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളം മീഡിയം വന്ന കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പം നിങ്ങൾ മലയാളത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഒട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾ മലയാളം പഠിച്ചോ കുഴപ്പമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എഫേർട്ട് എടുക്കുക. ഈ ഒരു 14 ദിവസം മീൻസ് 2 ആഴ്ചയുണ്ട് നിങ്ങളുടെ മുന്നിൽ. ആ 2 ആഴ്ച നന്നായിട്ട് പരിശ്രമിക്കുക. നല്ല എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പബ്ലിക് എക്സാമിന് ആഞ്ഞു പിടിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പം അടുത്തൊരു വീഡിയോ നമ്മൾ ഫിസിക്സും സെക്കൻഡ് ലാംഗ്വേജ് വരുന്ന അടുത്ത കോമ്പിനേഷൻ പറഞ്ഞത് മാത്സും ബോട്ടണിയും ബയോളജിയും കഴിഞ്ഞു. ഇനി അടുത്തത് ഫിസിക്സും മലയാളവും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.